കഴിഞ്ഞ ദിവസം ഏറെ സങ്കടത്തോടെയാണ് അർജന്റീന ആരാധകർ അർജന്റീനയുടെ ലോക ചാമ്പ്യനാക്കിയ അർജന്റീനയുടെ നമ്പർ 1 ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസിൻ്റെ പരിക്കിൻ്റെ വേദനാജനകമായ വാർത്ത കണ്ടത്. ഇക്കാര്യം ഉനയ് എംറി തന്നെയാണ് ഫുട്ബോൾ ലോകത്തെ അറിയിച്ചതും. കഴിഞ്ഞ ദിവസം നടന്ന ആസ്റ്റൺ വില്ലയുടെ ട്രെയിനിങ് സെക്ഷനിടെയാണ് സൂപ്പർ താരമായ എമിലിയാനോ മാർട്ടിനസിന് മുൻപ് സംഭവിച്ചിരുന്ന അതേ സൈഡിൽ വീണ്ടും പരിക്കേറ്റത്. അതിന് മണിക്കൂറുകൾക്ക് ശേഷം അർജന്റീനയുടെ സൂപ്പർ താരമായ ലിസാൻഡ്രോ മാർട്ടിനസിന്റെ പരിക്കിന്റെ വാർത്തകളും അർജന്റീന ആരാധകരെ ഏറെ ഞെട്ടലിലാക്കിയിട്ടുണ്ട്. എമിലിയാനോ മാർട്ടിനസിന്റെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എങ്കിലും അദ്ദേഹത്തിന് ഫോം വീണ്ടെടുക്കാൻ സമയമെടുക്കും. നിരാശ പൂണ്ടിരിക്കുന്ന അർജന്റീന ആരാധകർക്കിടയിലാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് FC ബാർസലോണ പോരാട്ടം എത്തുന്നത്. ഇരുപാതകളിലുമായി അത്ലറ്റിക്കോ മാഡ്രിഡ് 3-2 വിജയവുമായി സെമി ഫൈനലിലേക്ക് കുതിച്ചു കയറുമ്പോൾ ചുക്കാൻ പിടിച്ചത് 31-കാരനായി ഗോൾ വല കാത്ത ജുവാൻ മുസോ എന്ന അർജന്റീനക്കാരനായിരുന്നു. മത്സരത്തിൽ ബാർസലോണ ഒരുപക്ഷെ സെമിയിലെത്തിയിരിക്കാം. അദ്ദേഹത്തിന് പകരം മറ്റൊരു കീപ്പറായിരുന്നുവെങ്കിൽ നമ്പർ 1 കീപ്പറായ ബ്ലാക്കിന് പകരമാണ് ജുവാൻ മുസോ ബാർസലോണക്കെതിരായുള്ള ഇരുപാതകളിലും ഗോൾ വല കാക്കാൻ വരുന്നത്. 17 ഷോട്ട് ഓൺ ടാർഗറ്റുകളാണ് അദ്ദേഹം നേരിട്ടത്. ഇരു മത്സരങ്ങളിലുമായി 15 സേവുകളാണ് ജുവാൻ മുസോ എന്ന 31-കാരൻ നടത്തിയത്. ബാർസലോണ അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച അർജന്റീനക്കാരൻ വേൾഡ് കപ്പിലെ അർജന്റീനയുടെ മറ്റൊരു സുവർണ പ്രതീക്ഷ. ബാർസയുടെ പ്രതീക്ഷകളെ ചങ്ങലയിട്ട് വരിഞ്ഞുമുറക്കി എത്ര ഷോട്ടുകളാണ് ബോക്സിനുള്ളിൽ നിന്നും അദ്ദേഹം തട്ടിത്തെറിപ്പിച്ചത്. നിർണായകമായ വിജയത്തിൽ 9 റേറ്റിംഗുമായി അദ്ദേഹം മിന്നിക്കത്തുന്ന പ്രകടനമാണ് 2 മത്സരത്തിലും കാഴ്ചവെച്ചത്. ഏതായാലും അർജന്റീന ആരാധകർക്ക് സന്തോഷിക്കാൻ വകയുള്ളതാണ് ജുവാൻ മുസോയുടെ മുന്നും ഫോം.